ഒരു വ്യക്തി എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന അയാളുടെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിനെ പറയുന്ന പേരാണ് 1 റെപ്പറ്റീഷൻ മാക്സിമം അല്ലെങ്കിൽ 1 RM. ഒരു ട്രെയിനർ അവരുടെ ക്ലയൻസിന് വെയിറ്റ് ട്രെയിനിങ് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ആ വ്യക്തിയുടെ 1 റെപ്പറ്റീഷൻ മാക്സിമം കപ്പാസിറ്റി ആ എക്സസൈസിൽ ഏത് എക്സസൈസ് ആണോ സെലക്ട് ചെയ്യുന്നത് ആ എക്സസൈസ് എത്രയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്, ഈ 1 റെപ്പറ്റീഷൻ മാക്സിമത്തിൻ്റെ ഓരോ പർട്ടിക്കുലർ ശതമാനം വെച്ച് അല്ലെങ്കിൽ പർട്ടിക്കുലർ പെർസെൻറ്റേജിലാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത്. ഉദാഹരണമായി, ഒരു ബിഗിനർ ആണെങ്കിൽ ആ ബിഗിനറിന് അവരുടെ സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് ഏറ്റവും തുടക്കത്തിൽ ചെയ്യാൻ ഏറ്റവും നല്ലത്. സോ ബിഗിനേഴ്സിന് അവരുടെ 1 റെപ്പറ്റീഷൻ മാക്സിമത്തിൻ്റെ ഏകദേശം മാക്സിമം 55 to 65% ആ ഒരു റേഞ്ചിൽ വെച്ചുകൊണ്ട് 15-ൽ കൂടുതൽ റെപ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മസിലിൻ്റെ മാക്സിമം ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ മാക്സിമം ബൾക്ക്നെസ് ഉദ്ദേശിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരോ ബോഡി ബിൽഡേഴ്സോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ 1 റെപ്പറ്റീഷൻ മാക്സിമത്തിൻ്റെ ഒരു എബോവ് 65% to 85% നിങ്ങൾ കണക്കാക്കി അത്ര ലോഡ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ 8 to 12 റെപ്പറ്റീഷൻസ് നിങ്ങൾ ഐഡിയലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പ്രൊഫഷണൽ ബോഡി ബിൽഡറോ ആണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് മാക്സിമൈസ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായി എക്സസൈസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 1 റെപ്പറ്റീഷൻ മാക്സിമത്തിൻ്റെ 85%-നേക്കാൾ എബോവ് 85 to 100% വരെ നിങ്ങൾ വെയിറ്റ് ഹാൻഡ്ലിംഗ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ റെപ്പറ്റീഷൻസ് അവിടെ ചെയ്യേണ്ടത് നിങ്ങൾ 1 to 5 മാത്രമാണ്. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ സ്ട്രെങ്ത് എക്സസൈസിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാനോ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.